കൊല്ലം നിലമേൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. KSRTC ബസും കാറും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ 2 പേരുടെ നില ഗുരുതരവുമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മനോജ് വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, എപ്പോഴാണ് അപകടമുണ്ടായത്? വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ഈ നിലമേൽ മുരുക്കുമണ്ണിൽ ഇത്തരം ഒരു അപകടമുണ്ടാകുന്നത്. KSRTC ബസ്സും കാറും ഓട്ടോയും ആണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. ഇതിൽ ഈ KSRTC ബസ് അതായത് പത്തനാപുരം തിരുവനന്തപുരം ബസ്സാണ്. ഈ ബസ് ആയൂർ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അതേസമയം തന്നെ കിളിമാനൂരിൽ നിന്നും ഈ ആയൂർ ഭാഗത്തേക്ക് വന്ന കാറുമായാണ് ആദ്യം കൂട്ടിയിടിച്ചത്. അതിനുശേഷം പിന്നാലെ വന്ന ഓട്ടോയിലും ഇടിക്കുകയായിരുന്നു. അത്തരത്തിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 4 പേർക്ക്, സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായിരുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമാണ്. ഇത് ടാക്സിയാണ്. ടാക്സി ഡ്രൈവർക്കും ഈ സ്ത്രീക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം കുഞ്ഞുമുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. എന്തായാലും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി. അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത് ഈ KSRTC ഡ്രൈവർ അലക്ഷ്യമായി ഡ്രൈവ് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും നാട്ടുകാർ പറയുന്നുണ്ട്. തുടർന്ന് ഈ ബസ് ഡ്രൈവറെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും വലിയ തരത്തിലൊരു അപകടം തന്നെയാണ് ഈ പാതയിൽ നടന്നിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഇത്തരമൊരു അപകടം, അതായത് 3 വാഹനങ്ങളാണ് KSRTC ബസ്സും കാറും ഈ ടാക്സിയും കൂട്ടിയിടിക്കുന്നു. അതിനുശേഷം ഒരു ഓട്ടോയും ഇതിൽ ഇടിക്കുന്നു എന്നുള്ളതാണ്. ഈ എയർപോർട്ടിൽ നിന്ന് വന്ന കാറാണ് ഇത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ആയൂർ ഭാഗത്തേക്ക് വന്ന ഈ കാറാണ് ഈ ബസ്സുമായി കൂട്ടിയിടിക്കുന്നത്. ബസ് ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് എന്നുള്ള ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും കൃത്യമായും ഈ ബസ് ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ എല്ലാവരും ഈ അപകടം കണ്ടുനിന്നവരൊക്കെ പറയുന്നത്. എന്തായാലും ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പരിക്കേറ്റതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ഇതിൽ സ്ത്രീകളടക്കം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം ഈ ഓട്ടോയിൽ വന്നിരുന്ന ഒരു കുഞ്ഞ്, അതായത് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷെ അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് അവിടെ നിന്നും വാഹനങ്ങൾ എത്രയും വേഗം തന്നെ ഈ പാതയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു അപകടം. ആ കാറ് തന്നെ പൂർണ്ണമായും മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെയാണ് ഈ മുൻവശത്തിരുന്ന അവർക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനിലയെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ലഭിക്കുവാനുണ്ട്.